ഇത് ബ്ലാക്ക് ഇഞ്ചി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നുള്ളത്. മെഡിസിനാണ്, പച്ചക്ക് കഴിക്കാനോ ചമ്മന്തിയിലിടാനൊന്നും പറ്റിയല്ല. അതായത് ഈ ഔഷധമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്, അതിൻ്റെ അറിയുന്നവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം. ഇത് പേര തായ്പിങ്ക് ഗുവ ഹോംഗ്രോൻ എന്നുള്ളതാണ്. ഇത് ഇവിടെ വരുന്നവർക്ക് 120 രൂപയ്ക്ക് കൊടുക്കും. മിനിയേച്ചർ മുസമ്പി, അതായത് ചെറിയ മുസമ്പി അല്ലേ? അതായത് മരം വലുതാവില്ല, ചെറുതായി നിൽക്കും. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ നടാം. രുചിയുണ്ട്, വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. പുളിയില്ലാതെ കിട്ടും നമുക്ക്. അത്രയല്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്, കഴിക്കാം. പച്ചക്ക് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഒരു തൈക്ക് എന്താവും വില? 400 രൂപയ്ക്കാണ് വിൽക്കുന്നത്. തായ് വസ്ത്ര അല്ലേ? തായ് വസ്ത്ര മാവ് ഒക്കെ വിദേശിയാണ്. എന്താ തായ് വസ്ത്ര? അത് തായ്ലൻഡ് ഭാഷയാണോ? തായ്ലൻഡിൽ നിന്ന് വന്നാണ്. തായ്ലൻഡിന്റെ ഭാഷ ആയിരിക്കും. ഇവിടുത്തെ വസ്ത്രമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല അല്ലേ? വസ്ത്രമായിട്ടൊന്നും ബന്ധമില്ല, വസ്ത്രം ധരിക്കണ മാവല്ല ഇത്. നമുക്കൊരു 290 രൂപയ്ക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. ഇതിന്റെ മാവിനെ പറ്റി എന്തെങ്കിലും വലിയ അറിവില്ല, എന്നാലും നല്ലതാണ്, നല്ല രുചിയുള്ളതാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ഓക്കെ. നീലന്റെ ചെറിയ മാവ് അന്ന് കാണിച്ചില്ല, അപ്പോൾ നീലൻ ചെറിയ മാവ് കാണിക്കുന്നു. നീലന്റെ ഇത് നമുക്ക് എന്താ വില വരിക? ഇത് നമുക്കൊരു 280 രൂപ. 280 രൂപ. ജംബോ റെഡ് അല്ലേ? ജംബോ റെഡ് നല്ല മാവാ. ജംബോ റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാവാണ്. നമുക്ക് എത്ര 400 രൂപ അല്ലേ? ഇസ്രായേൽ ഓറഞ്ച് ക്യാറ്റ് എന്ന് പറയും. എന്ത് വരും? 390 രൂപയ്ക്ക് കൊടുക്കാം. 390 രൂപയ്ക്ക് കൊടുക്കാം. റേറ്റ് പിന്നെ ചിലപ്പോൾ കൂടാൻ കുറയാം. കൗതുകത്തിന് വെക്കാം, പഴം കഴിക്കുകയും ചെയ്യാം. കായ്ബറിയുടെ ചെറിയ തൈയാണ് അല്ലേ? എന്നാലും കുഴപ്പമില്ല, ഒരു 3 അടി വലിപ്പമുണ്ട് അല്ലേ? നമുക്ക് 250 രൂപ 260 രൂപയ്ക്ക് കൊടുക്കാം. 260 രൂപ കൊടുക്കാം. അതിന് ജ്യൂസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കായ്ബറിയുടെ ജ്യൂസ് വാങ്ങാൻ കിട്ടും. നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ആള് വളരെ ഫേമസ് ആണല്ലോ. കഴിച്ചിട്ടുണ്ടോ? കാഴ്ചയുണ്ട്, ഭംഗിയായിട്ട് കായം നിൽക്കുന്ന കാണാം. അല്ല, ജ്യൂസ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചില്ല, പക്ഷെ വാങ്ങിക്കാൻ കിട്ടും. ആ ജ്യൂസ് ഒന്ന് കഴിച്ചിട്ട് നമുക്കിത് വാങ്ങിക്കാം പറ്റുകയാണെങ്കിൽ. അടുത്തത് ഏതാ നമ്മൾ പരിചയപ്പെടുന്നത്? ജബോട്ടിക്കാബ വൈറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല. ജബോട്ടിക്കാബ വൈറ്റ്, അതായത് ഇതിന്റെ ഫ്രൂട്ട് വൈറ്റ് ആയിരിക്കുമോ കളർ? വൈറ്റ് ജബോട്ടിക്കാബയാണ് അല്ലേ? എന്താ സ്റ്റിക്കറൊക്കെ? നഴ്സറിക്കാരുടെ ഒരു ടാഗാണ് അല്ലേ? ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 2000 രൂപയാണ് കേട്ടോ. ജബോട്ടിക്കാബ നല്ല ഒരു ഫ്രൂട്ടാണ്. വൈറ്റ് ജബോട്ടിക്കാബ അധികം കാണാത്ത ഒരു ഇനാണ്. സാധാരണ നമ്മൾ സബാറ, പ്രിക്കോഷ, എക്സ്കാർലറ്റ്, റെഡ് ഹൈബ്രിഡ് പോലുള്ള ഇതൊരു വെറൈറ്റി വൈറ്റ് ജബോട്ടിക്കാബ. ഇനി നമ്മൾ പറയുന്നത് നമ്മളെ ലോങ്കൺ കുടുംബത്തിൽപ്പെട്ടാണോ? ആലുപ്പാഗ് അല്ലേ? ആലുപ്പാഗ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലേ? ചില ആളുകളടുത്തൊക്കെ ഉണ്ട്, എന്നാലും അത്ര കോമൺ ആയിട്ടില്ല. തൈ ഇപ്പോഴാണ് വരുന്നത്. തൈകൾ സീഡിങ് പലയിടത്തും കാണും, പക്ഷെ ബഡ് തൈകൾ അത്ര എല്ലായിടത്തും കാണില്ല. ഇത് കാഴ്ച ഒരാളിന്ന് ബഡ് ചെയ്ത, കാഴ്ച മരത്തിൽ നിന്ന് എടുത്ത് ബഡ് ചെയ്താണ്. നമ്മൾ ഉറപ്പ് വരുത്തിയതിന്റെ ശേഷം അവിടുന്ന് വാങ്ങിയത്. 1500 രൂപയ്ക്കൊക്കെ, 1600 രൂപയ്ക്ക്, 1500 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത് എത്ര വർഷം കൊണ്ടാണ് കായ്ക്കുക? 4 വർഷമൊക്കെ എടുക്കൂലേ? ഇത് ബ്ലാക്ക് ആപ്പിളാണ്. ബ്ലാക്ക് ആപ്പിളിന്റെ ബഡ് തൈയാണ്. സീസണൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. എന്തായാലും നമുക്ക് 1000 രൂപയ്ക്ക് കൊടുക്കാം. 1000 രൂപ കൊടുക്കാം. ഒരു 1000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ. ബ്ലാക്ക് ആപ്പിൾ. യുജീനിയുടെ ചെറുത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിന്റെ വലുത് പറഞ്ഞിരുന്നു. അത് വലിയ വില, സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത അത്രയും വിലയായിരുന്നു. ഇത് നമുക്കൊരു 1000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കാലിസീനിയ യുജീനിയ ഒരു ഫ്രൂട്ടാണ് അല്ലേ? നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഇപ്പോൾ അങ്ങനെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നുള്ളൂ, എല്ലാവർക്കും അറിയില്ല അത്ര. ഓക്കെ. റിയോ ഗ്രാൻഡ് ചെറി അല്ലേ? ഇപ്പം അങ്ങനെ മാർക്കറ്റിൽ എത്തുന്നേ ഉള്ളൂ. നമുക്കൊരു 800 രൂപയ്ക്ക് കൊടുക്കാം ഈ തൈ. 800 രൂപ കൊടുക്കാം. ഇത് സീഡ് ആയിരിക്കും അല്ലേ? അത് സീഡ് മതി. എത്ര വർഷം കൊണ്ടാണ് കഴിക്കുക? 3 വർഷം കൊണ്ട് കായ്ക്കുന്നു. യെല്ലോ പപ്പായ, അതായത് ഗോൾഡൻ പപ്പായ, പുതുതായിട്ട് വരുന്ന ഒരു പപ്പായാണ് അല്ലേ? നമ്മളത്ര കാണാത്ത റെഡ് ലേഡി പപ്പായ അതൊരു വെറൈറ്റി. ഇത് മറ്റൊരു വെറൈറ്റി യെല്ലോ പപ്പായ.
അല്ലേ? 150 രൂപ. 150 രൂപക്ക് നമുക്ക് കൊടുക്കാം. യെല്ലോ പപ്പായ വളരെ പെട്ടെന്ന് കായ്ക്കൂലേ? 6 മാസത്തിനകത്ത് കഴിയും. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കൊരു ഫാൻസി ആയിട്ട് അല്ലേ, കൗതുകത്തിന് നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കാൻ പറ്റും. ഫാൻസി ആയിട്ട് വെക്കാം. വളരെ പെട്ടെന്ന് കായ്ക്കും. ഒരു 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ട് നമുക്ക് കായ്പ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. മറ്റുള്ള പപ്പായനെ അപേക്ഷിച്ച് നോക്കുമ്പം പ്രതിരോധ ശക്തി കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നട്ട് നോക്കാം. പുതിയൊരു പപ്പായയാണ്. നല്ല ഭംഗിയുള്ളൊരു പപ്പായ. നമുക്ക് 150 രൂപക്ക് കൊടുക്കാം അല്ലേ? വളരെയധികം നല്ല വെറൈറ്റി പ്ലാന്റുകളും ഇവിടെ ഉണ്ട്. ഫ്ലവർ പ്ലാന്റുകൾ അല്ലേ? ഇൻഡോർ പ്ലാന്റ്സുകൾ. ഇതുപോലെ ലീഫ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള നല്ല വിലയുള്ള. അതിന്റെ പേര് ഇപ്പോൾ തൽക്കാലം ഞാൻ മറന്നുപോയി. ഇൻഡോർ പ്ലാന്റ്സുകൾ ധാരാളം ഉണ്ട്. ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല. അത് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. തൽക്കാലം ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ 2 ഇൻഡോർ ചെടികളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിൻ്റെ പേരിപ്പോൾ എന്താ പറയുക? മറന്നുപോയില്ലേ? എന്തോ ഒരു പേരാണ്. നമുക്ക് അടുത്ത ഒരു ഫ്ലവറിനെ ഇൻഡോർ ചെടിയെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന ചെടി ഇതാ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ അല്ലേ? നമ്മളൊരു പൂമ്പാറ്റനെ നോക്കിയാൽ മതി. ഇതന്നെ പല മോഡലും ഉണ്ട്. ഇത് കുറച്ച് നല്ല ഐറ്റമാണ്. ഇതിന്റെ ആ ഇലയുടെ മുകളിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് കണ്ടോ? ലൈറ്റ് ഷെയ്ഡ് കാണുന്നു. ഭംഗിയാണ് അതിന്റെ ഡിഫറൻസ്. ഇത് പല വെറൈറ്റി ഉണ്ട് അല്ലേ? വെള്ള വരളുണ്ട്. അങ്ങനെ പല സൈസിലുണ്ട്. നമ്മളടുത്ത് പല വെറൈറ്റി ഉണ്ട്. ഇതിന് വെയിൽ അത്ര നല്ലതല്ല അല്ലേ? ചെറിയ വെയിലേ പറ്റുള്ളൂ. ഇൻഡോർ ആണ് എപ്പോഴും നല്ലത്.